ദേശീയ പണിമുടക്കിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരം നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8 അധ്യാപകരെ പൂട്ടിയിട്ടു. കോട്ടയത്ത് ഹോട്ടൽ അടിച്ചു തകർത്തു. കോഴിക്കോട് സമരാനുകൂലികളും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഹാജരായത് 494 ജീവനക്കാർ മാത്രമാണ്. പണിമുടക്ക് ദിവസം ജോലിക്കെത്തിയ അധ്യാപകർ സ്കൂളിൽ പ്രവേശിച്ചയുടൻ സമരാനുകൂലികൾ പുറത്തുനിന്ന് ഗേറ്റ് പൂട്ടുകയായിരുന്നു. 8 അധ്യാപകരാണ് സ്കൂളിനുള്ളിൽ കുടുങ്ങിയത്. കോട്ടയം പായിപ്പാട് സമരാനുകൂലികൾ ഹോട്ടൽ അടിച്ചു തകർത്തു. എമറാൾഡ് ഹോട്ടലിലാണ് ഒരു സംഘം അതിക്രമം നടത്തിയത്. ജീവനക്കാരെ മർദ്ദിക്കുകയും സാധനങ്ങൾ തകർക്കുകയും ചെയ്തു. പണിമുടക്ക് ദിവസം ഒപ്പിട്ട് മടങ്ങാൻ തുടങ്ങിയ കൊല്ലം ഇളമ്പള്ളൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ CITU DYFI പ്രവർത്തകർ തടഞ്ഞുവെച്ചു. ഇവിടെ 10 മണിക്ക് ജോലിക്ക് കയറുന്ന സെക്രട്ടറി എല്ലാ ദിവസവും 11 ശേഷമാണ് ഇവിടെ വരുന്നത്. എന്നാൽ ഇന്ന് പണിമുടക്കിന്റെ ഭാഗമായി ഇന്ന് 10 മണിക്ക് തന്നെ വന്ന് രജിസ്റ്റർ ഒപ്പിട്ട് ഓഫീസ് കൂട്ടി ഇറങ്ങാൻ നേരമാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സെക്രട്ടറി ഉപരോധിക്കുന്നത്. കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂളിന് മുന്നിൽ സമരാനുകൂലികളും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ജോലിക്കെത്തിയ അധ്യാപകരെ സമരാനുകൂലികൾ തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. കൽപ്പറ്റയിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. എറണാകുളം നഗരത്തിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പെരുമ്പാവൂരിൽ ഇന്ത്യൻ ബാങ്കിന്റെ ശാഖ അടപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകർ തടഞ്ഞു. KSRTC സർവീസ് നടത്താതിരുന്നത് ജനങ്ങളെ വലച്ചു. സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗവും ജോലിക്കെത്തിയില്ല. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.